കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തി 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്നാണ് കമ്മീഷൻ അംഗം വി ഗീത ഉത്തരവിട്ടിരിക്കുന്നത്. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ പരീക്ഷ ജയിച്ച കഴകം തസ്തികയിൽ നിയമിതനായ തിരുവനന്തപുരം ആര്യനാട് സ്വദേശി ബാലുവിനാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത്. കൂടൽമാണിക്യം ക്ഷേത്ര ദേവസ്വത്തിന്റെ നടപടി തെറ്റാണെന്ന് മുൻ ദേവസ്വം മന്ത്രിയും എംപിയുമായ കെ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. മനുവാദ സിദ്ധാന്തം വീണ്ടും പുനഃസ്ഥാപിക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരം സംഭവവാസങ്ങളെ നമ്മൾ തള്ളിപ്പറയേണ്ടതും നിരുത്സാഹപ്പെടുത്തേണ്ടതും ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈഴവ സമുദായത്തിൽപ്പെട്ട ബാലുവിനെ മാറ്റി നിർത്തിയതിൽ അതൃപ്തി അറിയിച്ച SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും രംഗത്തെത്തി. വ്യവസ്ഥ മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന സവർണ തമ്പുരാക്കന്മാരെ നിലത്ത് നിർത്തുവാൻ ഇവിടുത്തെ ഹിന്ദു സമൂഹം ഒന്നാകെ ഉണർന്ന് പ്രവർത്തിക്കണം. ഇനിയും കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം ഒരു അമ്പലത്തിൽ നിന്നല്ല, ഈ സമൂഹത്തിൽ പോലും ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിൽ മതദ്വേഷമുണ്ടാക്കാൻ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികൾക്കെതിരെ ശക്തമായ നടപടി ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകണമെന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് അപേക്ഷിക്കാനുള്ളൂ. കഴിഞ്ഞ ഫെബ്രുവരി 24-നാണ് ബാലു കഴകം തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ചത്. ഇതിനെതിരെ വാര്യർ സമാജവും തന്ത്രിമാരും രംഗത്തെത്തുകയായിരുന്നു. തുടർന്ന് ഒത്തുതീർപ്പിന്റെ ഭാഗമായാണ് ബാലുവിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കി ഓഫീസ് ജോലിയിലേക്ക് മാറ്റിയത്. ജോലി ക്രമീകരണങ്ങളുടെ ഭാഗമായി വരുത്തിയ മാറ്റം മാത്രമെന്നായിരുന്നു ദേവസ്വത്തിന്റെ ഔദ്യോഗിക വിശദീകരണം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.